ഹലോ ഫ്രണ്ട്സ്, CSCP മിസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടൻറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റർ എന്നീ തസ്തികയിലേക്ക് CSCB നടത്തിയ എക്സാമിൻ്റെ പ്രൊവിഷൻ ആൻസർ കീ ആയിട്ടാണ്. അതിൻ്റെ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാത്രമല്ല ലോ അറിയാവുന്ന ഒരാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റുമായിരുന്നു. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡൻറ്റിഫൈ ദ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് സെൻറ്റൻസ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് സെൻറ്റൻസ് ആണ്. ദ കാൻഡിഡേറ്റ് മസ്റ്റ് എൻഷ്യൂർ ദ റിട്ടേൺ ഓഫ് ദിയർ ആൻസർ ബുക്ക്. ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഗീവ് ദിയർ ആൻസർ ബുക്ക് ബാക്ക്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന്. ദ കാൻഡിഡേറ്റ് മസ്റ്റ് റിട്ടേൺ ദിയർ ആൻസർ ബുക്ക് ബാക്ക്. അതിൻ്റെ കാരണം, ഇവിടെ ഇൻകറക്റ്റ് എന്ന് പറയാനുള്ള കാരണം, റിട്ടേൺ ചെയ്യുക എന്ന് വെച്ചാലും ബാക്ക് എന്ന് വെച്ചാലും ഒരേ മീനിങ് തന്നെയാണ്. അപ്പോൾ ഇവിടെ റിഡൻഡൻസി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റെപ്പറ്റീഷൻ വന്നിട്ടുണ്ട്. സോ ആൻസർ ഡി ആണ് നമുക്ക് ഇൻകറക്റ്റ് സെൻറ്റൻസ് ആയിട്ട് പറയാവുന്നത്. നെക്സ്റ്റ്, വി ഹാവ് മെനി ഡാഷ് ഫോർ പബ്ലിക് ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക് ആണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാണ്. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫർണിച്ചേഴ്സ് എന്ന് പറയത്തില്ല, ഫർണിച്ചറിനെ പറയത്തുള്ളൂ. ഫർണിച്ചറിന് ഒരു പ്ലൂറൽ ഫോം ഫർണിച്ചേഴ്സ് എന്ന് പറയത്തില്ല. ഫർണിച്ചറിന് ആ ഒരു ഫോമേ ഉള്ളൂ. എസ് ചേർത്ത് നമ്മൾ അങ്ങനെ പറയത്തില്ല. അപ്പം പീസ് ഓഫ് ഫർണിച്ചർ, സ്മോൾ ഫർണിച്ചർ, ഐറ്റംസ് ഓഫ് ഫർണിച്ചർ, അങ്ങനെയൊക്കെയാണ് ഫർണിച്ചറിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ബിറ്റ്സ് ഓഫ് ഫർണിച്ചർ അല്ല, ഇവിടെ ഓപ്ഷൻ സി ഐറ്റംസ് ഓഫ് ഫർണിച്ചർ എന്നാണ് പറയുന്നത്. വി ഹാവ് മെനി, ഇപ്പോൾ ഒത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഐറ്റംസ് ഓഫ് ഫർണിച്ചർ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് സെൻറ്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ ബി ആണ്. ദ പോലീസ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ്. പോലീസ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ് ആണ്, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദെൻ ചൂസ് ദ ഇഡിയം വിച്ച് മീൻസ് ടു പ്രേസ് വൺ സെൽഫ്. അതായത് ഒരാളെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ, ഒരാളെ മീൻസ് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പ്രേസ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് എന്നാണ്. അപ്പോൾ ടു ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ്. ടു ബ്ലോസ് വൺസ് ഓൺ ട്രംപറ്റ്, അതാണ് ഇഡിയം. ആ മീനിങ് ആണ് ഈ ടു പ്രേസ് വൺ സെൽഫ് എന്നുള്ളതിൻ്റെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് യു വിസിറ്റ് ദ താജ്മഹൽ. അതായത് ഇവിടെ കുറച്ച് ഇൻകറക്റ്റ് പാർട്ട് നമ്മൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. വെൻ ഡിഡ് യു വിസിറ്റ് ദ താജ്മഹൽ? ഐ ഹാവ് വിസിറ്റഡ് ഇറ്റ് ഇൻ ദ ഇയർ 2020. അപ്പം എപ്പോഴാണ് നിങ്ങൾ താജ്മഹൽ വിസിറ്റ് ചെയ്തത്? ഐ ഹാവ് വിസിറ്റഡ് ഇറ്റ് ഇൻ ദ ഇയർ 2020. ഐ ഹാവ് വിസിറ്റഡ് എന്നാണോ? അല്ല, ഐ ഹാഡ് വിസിറ്റഡ്. അതായത് ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ 2020 വിസിറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി, ഇവിടെ ഹാവ് മാറി ഹാഡ് ആവണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. Then choose the correct form of verb from bracket. He got a first class in the examination because he worked hard. അപ്പോൾ ഇവിടെ he hard worked, അതായത് അവൻ നന്നായിട്ട്, അതായത് forced to do, hard forced to do. So he hard worked, അവൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവൻ എന്ത് കിട്ടിയത്? ഫസ്റ്റ് ക്ലാസ് എക്സാമിനേഷന് കിട്ടിയത്. അവൻ കഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അവൻ ഇവിടെ വാസ് വർക്കിങ്ങോ ഈസ് വർക്കിങ്ങോ വർക്കിടെന്നോ അല്ല വരേണ്ടത്. വർക്കിഡിൻ്റെ കൂടെ എന്തും കൂടെ വരണം, ഒരു വെർബ് ഹാർഡും കൂടി ചേരണം. ഹാർഡ് വർക്കിഡ് എന്നുള്ള രീതിക്കാണ് വരേണ്ടത്. ദെൻ മാർക്ക് ദ മോസ്റ്റ് നാച്ചുറൽ പാസീവ് വോയിസ് ഓഫ് ദ ഫോളോവിങ് സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ബ്രിഡ്ജ് ഈസ് ബീങ് ബിൽറ്റ് അക്രോസ് ദ റിവർ, അതാണ് ആൻസർ. പിന്നെ മിഥുൻ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്, അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. മിഥുൻ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഇന്നോ വിത്തോ ഒന്നും അവിടെ ചേരില്ല, അവിടെ ചേരുകയില്ല, അറ്റാണ് ഇവിടെ വരുന്നത്. ദെൻ ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദി ഫ്രേസ് അബിൻഷ്യോ. അബിൻഷ്യോ മീൻസ് ഇനിഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഇനിഷ്യൽ സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോഴേ എന്താണിത്? ബിഗിനിങ് ആണ്. അപ്പോൾ അബിൻഷ്യോ എന്താണ്? ഫ്രം ദ ബിഗിനിങ്. അറിയാത്ത ഒരാൾക്ക് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓപ്ഷനിലോട്ട് ചെല്ലാവുന്നതാണ്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ്. കറക്റ്റ് സെൻറ്റൻസ് ഇതിൽ ഏതാണെന്നുള്ളതാണ്. കറക്റ്റ് സെൻറ്റൻസ് അല്ല, കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണ്, അതായത് നൗ എ ഡേയ്സ് എന്നാണ് പറയുന്നത്. നൗ എ ഡേയ്സ്, അതെങ്ങനെയാണ് നൗ എ ഡേയ്സ്? അവിടെ ഹൈഫണോ കുത്തോ കോമയോ ഒന്നും വേണ്ട, നൗ എ ഡേയ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. നൗ എ ഡേയ്സ് എന്ന് വെച്ചാൽ അറ്റ് ദിസ് ടൈം എന്നാണ്. അപ്പോൾ നൗ എ ഡേയ്സ് എന്താണ്, ഹൈഫൺ ഒക്കെ വെച്ചിട്ടുള്ള ഫോം തെറ്റാണ് എന്നാണ്. അപ്പോൾ കറക്റ്റ് ഫോം ഏതാണ്? ഓപ്ഷൻ സി. അടുത്തത് മാർക്ക് ദ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഡു യു നോ വെർ ഹി ലീവ്സ്. നിങ്ങൾക്കറിയാമോ അവൻ എവിടെയാണ് താമസിക്കുന്നതെന്ന്? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക് ആണ്. ഹീ ഈസ് എ ഡോക്ടർ ഐ തിങ്ക് പീപ്പിൾ ലൈക്ക് ദ മോസ്റ്റ്. അപ്പോൾ ഇവിടെ ഹീ ഈസ് ദി ഡോക്ടർ ഹും ഐ തിങ്ക് പീപ്പിൾ ലൈക്ക് ദ മോസ്റ്റ്. ഹും, അപ്പോൾ ആരെ? ഐ തിങ്ക് പീപ്പിൾ ലൈക്ക് ദ മോസ്റ്റ്, അവനെയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നതെന്നാണ് ഞാൻ കരുതുന്നത്.
വിച്ച് ഓഫ് ദ ഫോളോവിങ് വേർഡ് ഈസ് സിനണിംസ് വിത്ത് ഒവേഷൻ? ഒവേഷൻ്റെ സിനണിം അപ്രിസിയേഷൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ചിലപ്പം ഒവേഷൻ്റെ സിനണിംസ് അറിയാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് സെമാൻറ്റിക് എറർ? അപ്പോൾ സെമാൻറ്റിക് എറർ ഉള്ള ക്വസ്റ്റ്യൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെമാൻറ്റിക് എറർ ഉള്ള ക്വസ്റ്റ്യൻ ബീങ് ഡിസൊബീഡിയൻറ്റ് ദ ടീച്ചർ പണിഷ്ഡ് ദ ബോയ്. അടുത്തത് ബിബ്ലോക്ലെപ്റ്റ് ഈസ് വൺ ഹൂ സ്റ്റീൽസ് ബുക്ക്. നമ്മൾ ഒരു ബുക്ക് സ്റ്റീൽ ചെയ്യുന്ന ആളെ വിളിക്കുന്നതാണ് ബിബ്ലോക്ലെപ്റ്റ്. അടുത്തത് സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സിബിറ്റ് ദ സെയിം റിലേഷൻഷിപ്പ് അസ് ഇൻ ദ പെയർ, ഇൻഡിജൻറ്റ് ആൻഡ് അഫ്ലുവൻറ്റ്. അപ്പോൾ പുവറും റിച്ചും, അപ്പോൾ ഓപ്പോസിറ്റ് മീനിങ് ആണ് പുവറും റിച്ചും. അതുപോലെയാണ് ഇൻഡിജൻറ്റും അഫ്ലുവൻറ്റും. ആ ഒരു അതേ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ഇവിടെ ഓപ്ഷൻ എ ആണ്. അടുത്തത് വാട്ട് ഡസ് ദ അണ്ടർലൈൻഡ് വേർഡ് മീൻ ഇൻ ദ ഫോളോവിങ് സെൻറ്റൻസ്? അപ്പം അഗ്രാവേറ്റഡ് മീൻസ് എക്സാസർബേറ്റഡ്, വേഴ്സൺഡ് എന്നൊക്കെയാണ് അർത്ഥം. അഗ്രാവേറ്റഡ് എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ആക്ഷൻ, ആ ഒരു സിറ്റുവേഷൻ ഒന്നും കൂടി വേഴ്സനാക്കി അല്ലെങ്കിൽ ഒന്നും കൂടി എക്സാസർബേറ്റ് ചെയ്തു എന്നാണ്. അടുത്തത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ മിസ്പെൽറ്റ് വേർഡ്. മിസ്പെൽറ്റ് വേർഡ് ഏതാണ്? ഡെലിഗേറ്റ് അല്ല, ഡെലിഗസി അല്ല, ഡീക്രിപ്റ്റ് അല്ല, ഡെലിങ്കുസി. ഡെലിങ്കുസിയുടെ സ്പെല്ലിങ് അതല്ല. അടുത്തത് വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദി വേർഡ് ക്രൈറ്റീരിയോൺ? ക്രൈറ്റീരിയോണിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ക്രൈറ്റീരിയ ആണ്. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് വേർഡ്. ക്രിസ്ത്യൻസ് ഡാഷ് ചർച്ച് എവറി സൺഡേ. അപ്പോൾ ക്രിസ്ത്യൻ ഗോ ടു ദി ചർച്ച് അല്ല, ഗോ ടു ചർച്ച് എവറി സൺഡേ ആണ്. ഇനിയും റീസണിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പോയിൻറ്റിങ് ടു എ ഫോട്ടോഗ്രാഫ് അമിത് ഷീ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് കാണിച്ചിട്ട് അമിത് പറഞ്ഞു ഷീ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ. അതായത് എൻ്റെ അച്ഛൻ്റെ ഒറ്റ മോളാണ് അവൾ. അപ്പം നമുക്കിത് ഒന്നെങ്കിൽ ഇത് വരച്ച് ചെയ്യാം, അല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞ് ചെയ്യാം. ഞാനിവിടെ വരച്ചാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് പറഞ്ഞു തരാം. ഒരു ഫോട്ടോഗ്രാഫ് കാണിച്ചിട്ട് അമിത് പറയുന്നു ഷീ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ. എൻ്റെ അച്ഛൻ്റെ മോളുടെ ഒറ്റ മോളാണ് അവൾ. അതായത് എൻ്റെ അച്ഛൻ്റെ മോളുടെ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ആരാണ്? എൻ്റെ സിസ്റ്ററിൻ്റെ മോള് എൻ്റെ ആരാണ്? എൻ്റെ നീസാണ്, അതായത് എൻ്റെ അനന്തരവളാണ്. ഇതും നമുക്ക് എളുപ്പം വരച്ച് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 22ാമത്തെ സിമ്പിളായിരുന്നു, 5 കിലോമീറ്റർ. ഇതും നമുക്ക് വരച്ച് ചെയ്യാം. എ ഈസ് ഓൾഡർ ദാൻ ബി. എ ആണ് ബിയെക്കാട്ടി വലുത്, ബി ആണ് സിയെക്കാട്ടി വലുത്, സി ആണ് ഡിയെക്കാട്ടി വലുത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ? അപ്പോൾ എന്താണ് ട്രൂ? എല്ലാം ട്രൂ ആണ്. ബി ഈസ് യങ്ങർ ദാൻ എ ബട്ട് ഓൾഡർ ദാൻ സി. ഡി ആണ് ഏറ്റവും ചെറുതെന്നുള്ളതാണ്. ഇനി അടുത്തത് 24ാമത്തെ ACFJ. ഇത് നിങ്ങൾ ABCD ഫുൾ എഴുതി വെച്ചിട്ട് എയും സിയും തമ്മിലുള്ള റിലേഷൻ നോക്കണം. ABC. അപ്പോൾ ബി കഴിഞ്ഞിട്ടാണ് സി, അതായത് ഒരെണ്ണം കഴിഞ്ഞിട്ടാണ് സി. DE 2 എണ്ണം കഴിഞ്ഞിട്ടാണ് F. GHI 3 എണ്ണം കഴിഞ്ഞിട്ടാണ് J. അപ്പം 4 എണ്ണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് O. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ 24ാമത്തെ ക്വസ്റ്റ്യനും എളുപ്പമായിരുന്നു. ഈ ക്വസ്റ്റ്യനും എളുപ്പമാണ്. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് ബാങ്ക് ഈസ് റിട്ടൺ ആസ് 28. അതായത് നമ്മൾ ABCD എഴുതുമ്പം എയ്ക്ക് 1, ബിക്ക് 2, സിക്ക് 3 അങ്ങനെയാണ് നമ്മൾ എഴുതി പോകുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ എഴുതുമ്പം ബിയുടെ 2, എയുടെ 1, എന്നിൻ്റെ 14 ആണെന്ന് തോന്നുന്നു. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് നമ്മൾ ABCDFGHIJKLMN എന്നും പറഞ്ഞ് നമ്മൾ Z വരെ എഴുതിയിട്ട് അതിൻ്റെ ന്യൂമറിക്ക് നമ്മൾ 1, 2, 3 എന്ന് നമ്പർ ഇടുക. എന്നിട്ട് N കഴിയുമ്പോൾ 13, 14, M 13 ആണെങ്കിൽ N 14 ആണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇട്ടിട്ട് ബിയുടെ ന്യൂമറിക്കും എയുടെ ന്യൂമറിക്കും എന്നിൻ്റെ ന്യൂമറിക്കും കെയുടെ ന്യൂമറിക്കും കൂടി കൂട്ടിയിട്ടുള്ള വാല്യൂ ആണ് ഈ 28 എന്ന് പറയുന്നത്. അതുപോലെ സിയുടെ വാല്യൂ, ആറിൻ്റെ വാല്യൂ, അതായത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്പർ ഇട്ടിട്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള തുകയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, അതായത് 59. ദെൻ ഇതും എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ആരാണ് മിഡിലിരിക്കുന്നത്? ആ ഒരു ABCD എന്ന് തന്നെയാണ് വരുന്നത് ആ ഒരു ലൈൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് നടുക്കിയിരിക്കുന്നത്.